ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഇൻട്രോ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് ഓർത്താൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫേസ് കാണിക്കാതെ കേട്ടോ. സമയമില്ലാത്തതുകൊണ്ടാണ് ശരിക്കും വീഡിയോ കണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ കളക്ഷൻസൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അല്ലേ, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മാല 6 പിടി മാലയാണ്. അത് റെഡും ഗോൾഡൻ കളറും മുത്തും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു മാലയാട്ടോ. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മാലയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് നല്ല എലഗൻ്റ് ആയിട്ടുള്ളൊരു മാലയാണ്. ഇത് നമുക്ക് അത്യാവശ്യം ഫങ്ഷൻസിനും അല്ലാണ്ടൊക്കെ ഇട്ടുകൊണ്ട് പോകാനൊക്കെ പറ്റുന്ന ഒരു മാലയാട്ടോ. ഇത് 2-3 എണ്ണം ഇങ്ങനെ കൂടി കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വലിയൊരു മാലയായിട്ട് തോന്നണം കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു മാലയാണിത്. ഇനി നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ചെറിയ വളരെ സിമ്പിളായിട്ടുള്ളൊരു മാലയാണ്. ചെറിയൊരു തണ്ട് പോലെ വന്നിട്ട് അതിൽ ഒരു ചെറിയൊരു വട്ടത്തിലുള്ളൊരു ലോക്കറ്റാണ്. അതിൻ്റെ ഇപ്പോഴത്തെ ഈ കളറ് ഗ്രീൻ കളറാണ്. നമുക്കിതിൽ 2 കളറും കൂടെ നമ്മുടെ കയ്യിൽ സ്റ്റോക്കുണ്ട്. ഇത് കൂടാണ്ട് അതിൻ്റെ കൂടാണ്ട് നമുക്ക് ബ്ലൂ ഉണ്ട്, ഒരു ബ്ലാക്കും ഉണ്ട്. ഇപ്പോൾ കാണുന്ന ബ്ലൂ കളറ് സ്റ്റോണിലുള്ള ലോക്കറ്റാണ് ഇപ്പോൾ കാണുന്നത്. സെയിം പാറ്റേൺ തന്നെയാണ് ഈ 3നും ഉള്ളത്. നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് കളറാണ്. ഇത് സെയിം മാല തന്നെയാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന മാല എന്ന് പറയുന്നത് ചെറിയൊരു തണ്ട് വന്നിട്ട് അതിൽ പൂ പോലെ വന്ന് നടുക്കൊരു സ്റ്റോൺ ഉണ്ട്. അടിയിൽ 2 ഒരു ഞാത്ത് പോലൊരു ഇത് തൂങ്ങിക്കിടപ്പുണ്ട്, കണ്ടില്ലേ? നല്ല ഭംഗിയുള്ളൊരു മാലയാട്ടോ ഇത്. ഇനി അടുത്തത് വന്നിട്ട് നമുക്കൊരു കാപ്പാണ്. ലക്ഷ്മിയുടെ ഒരു കാപ്പ് വളയാണ്. ഇത് എല്ലാ സൈസിലും നമുക്ക് അവൈലബിൾ ആണ്. 22, 24, 26, 28. അപ്പോൾ ആവശ്യമുള്ളവർ അതേ താഴെ ഒരു നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നല്ല ഭംഗിയുള്ളൊരു ബാങ്കിലാട്ടോ ഇത്. നെക്സ്റ്റ് വന്നിട്ട് സൂപ്പറായിട്ടുള്ള ജുമുക്കയാണ്. ഇത് ഒരു എന്താ പറയുക, പിങ്കും വൈറ്റും കൂടെ കൂടിയിട്ട് കോമ്പിനേഷനുള്ളൊരു പേളിൻ്റെ ഒരു അടിയിൽ മുത്ത് കണ്ടോ, അത് പേളാണ്. ഇത് ഒരു കാര്യം, ഇത് പ്ലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ, പ്രത്യേകം എടുത്ത് പറയുകയാണ്. ഇനി നെക്സ്റ്റ് വൺ സെയിം മോഡൽ തന്നെയാണ്. അതിൻ്റെ അടിയിലെ പേളിന് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. വൈറ്റ് പേളും ഗ്രീൻ പേളുമാണ് നമുക്കതിൻ്റെ അകത്ത് വരുന്നത്. ഇതും പ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അത്യാവശ്യം വലുപ്പമുള്ളൊരു ജുമുക്കയാണിത്. നമുക്ക് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണുമ്പോഴത്തേനും. അടുത്ത ജുമുക്ക നമുക്ക് ആദ്യം കണ്ട പോലെ തന്നെ ജുമുക്കാസാണ്. ഇത് പ്ലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.